ക്രിസ്തുവിൻ്റെ മാതാവ് വിശുദ്ധ കന്യാമറിയം താമസിച്ചിരുന്നതായി വിശ്വസിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഉണ്ണികൃഷ്ണൻ്റെ യാത്ര. അതിപുരാതനമായ ഈ വീട് വിശ്വാസികളുടെ പ്രിയപ്പെട്ട ഒരു ദേവാലയമാണിപ്പോൾ. മാധ്യമപ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ പകർത്തിയ തുർക്കിയിലെ ഹൗസ് ഓഫ് വിർജിൻ മേരിയുടെ വിശേഷങ്ങളോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ നല്ലൊരു സ്റ്റോറി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. താങ്ക്സ് ടു പറക്കോട് ഉണ്ണികൃഷ്ണൻ. ക്രിസ്തുവിന്റെ കുരിശേറ്റത്തിനു ശേഷം പരിശുദ്ധ കന്യാമറിയം മരണം വരെ താമസിച്ചിരുന്നതായി വിശ്വസിക്കുന്ന വീട് തുർക്കിയിലെ അതിപുരാതന നഗരമായ എഫെസസിലാണ് പിന്നീട് ദേവാലയമായി മാറിയ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. തുർക്കിയിലെ സെൽച്ചുക്കിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് ദേവാലയമായ ഹൗസ് ഓഫ് വിർജിൻ മേരി. ക്രിസ്തുവിന്റെ കാലശേഷം വിശുദ്ധ മാതാവിനെ യോഹന്നാൻ ശ്ലീഹ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നുവെന്നും ശിഷ്ടകാലം മാതാവ് ഇവിടെ താമസിച്ചുവെന്നുമാണ് വിശ്വാസം. അതിപുരാതന മാമോദീസ കുളവും വിശുദ്ധ കന്യാമറിയം താമസിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുന്ന മുറിയും ഇവിടെയുണ്ട്. റോമൻ കത്തോലിക്ക സന്യാസിനി ആൻ കാതറിൻ എമറിക്കിന്റെ ദിവ്യദർശനങ്ങളിൽ ഈ പ്രദേശത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. എന്നാൽ കത്തോലിക്ക സഭ ഇതിന്റെ ആധികാരികത ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. ചാപ്പലിനുള്ളിലെ ചെറിയ മുറിയുടെ മധ്യത്തിൽ വിശുദ്ധ കന്യാമറിയത്തിന്റെ രൂപം. 1951 പോപ്പ് പയസ് 12 മാർപ്പാപ്പ ദേവാലയം വിശുദ്ധയിടമായി പ്രഖ്യാപിച്ചു. വലതുഭാഗത്തുള്ള ചെറിയ മുറി വിശുദ്ധ കന്യാമറിയത്തിന്റെ ഉറക്കറയായി കരുതുന്നു. ഈ മുറിയിലൂടെ അക്കാലത്തൊരു ചെറിയ അരുവി ഒഴുകിയിരുന്നതായും അതിന് ഔഷധ ഗുണമുണ്ടായിരുന്നതായും കണക്കാക്കുന്നു. വിശ്വാസികൾ ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് പതിവാണ്. വിഷിംഗ് വാളിൽ തങ്ങളുടെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും എഴുതി വെക്കുന്നു. അമേരിക്കൻ സൊസൈറ്റി ഓഫ് എഫെസസിനാണ് ഇവിടുത്തെ സംരക്ഷണ ചുമതല. ഇന്റർനാഷണൽ ഡെസ്ക് 24. ക്രിസ്തുവിൻ്റെ മാതാവ് വിശുദ്ധ കന്യാമറിയം താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന വീടാണ് തുർക്കിയിലെ നമ്മളിപ്പോൾ കണ്ടത്. അതിപുരാതനമായി വീട് ഇപ്പോൾ വിശ്വാസികളുടെ പ്രിയപ്പെട്ട ദേവാലയം ആയി മാറിയിരിക്കുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തി ഈ വാർത്ത നമുക്ക് അയച്ചു തന്നത് പ്രശസ്ത പ്രക്ഷേപകൻ പറക്കോട് ഉണ്ണികൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.